ഹായ് ഓൾ, മൈസെൽഫ് ശ്രുതി എസ് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയുടെ മൊഡ്യൂൾ 4 സെക്കൻഡ് ലെക്ചർ. State Council of Ministers. The Council of Ministers, headed by the Chief Minister, is the real executive authority in the politico-administrative system of a state. സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ഭരണ സംവിധാനത്തിലെ യഥാർത്ഥ എക്സിക്യൂട്ടീവ് അതോറിറ്റിയാണ് CMൻ്റെ നേതൃത്വത്തിലുള്ള മന്ത്രിമാരുടെ സമിതി. The Council of Ministers in the states is constituted and function in the same way as the Council of Ministers at the center. സംസ്ഥാനങ്ങളിലെ മന്ത്രിമാരുടെ കൗൺസിൽ കേന്ദ്രത്തിലെ മന്ത്രിമാരുടെ കൗൺസിൽ പോലെ തന്നെ രൂപീകരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോയിൻമെൻറ്റ് ഓഫ് മിനിസ്റ്റേഴ്സ്. ദ ചീഫ് മിനിസ്റ്റർ ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ ഗവർണർ. ഗവർണറാണ് CMനെ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. The other ministers are appointed by the governor on the advice of the chief minister. മറ്റു മന്ത്രിമാരെ CMൻ്റെ അഡ്വൈസിലാണ് ഗവർണർ അപ്പോയിൻറ്റ് ചെയ്യുന്നത്. യൂഷ്വലി ദ മെമ്പേഴ്സ് ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ, either the legislative assembly or the legislative council, are appointed as ministers. സാധാരണയായിട്ട് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെയോ ലെജിസ്ലേറ്റീവ് കൗൺസിലിലെയോ മെമ്പേഴ്സിനെയാണ് മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. എ പേഴ്സൺ ഹൂ ഈസ് not a member of either houses of the state legislature can also be appointed as a minister, but within 6 months he must become a member. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ മെമ്പർ അല്ലാത്ത ഒരു വ്യക്തിയെ മിനിസ്റ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ 6 മാസത്തിനകത്ത് സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിൻ്റെ മെമ്പറാകണം. Responsibility of ministers. First one, collective responsibility. The Council of Ministers is collectively responsible to the Legislative Assembly of State. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആണ് സ്റ്റേറ്റിൻ്റെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് റെസ്പോൺസിബിൾ. ദിസ് മീൻസ് ദാറ്റ് ഓൾ ദ മിനിസ്റ്റേഴ്സ് ഓൺ ജോയിൻറ്റ് റെസ്പോൺസിബിലിറ്റി ടു ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി ഫോർ ഓൾ ദെയർ ആക്ട്സ് ഓഫ് ഒമിഷൻ ആൻഡ് കമ്മീഷൻ. എല്ലാ മന്ത്രിമാർക്കും അവരുടെ എല്ലാ ഒഴിവാക്കലുകൾക്കും കമ്മീഷനുകൾക്കും ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ സംയുക്ത ഉത്തരവാദിത്തമുണ്ടെന്നാണ് ഇതിനർത്ഥം. ദേ വർക്ക് ആസ് എ ടീം ആൻഡ് സ്വിം ഓർ സിങ് ടുഗദർ. അവർ ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. The principle of collective responsibility also mean that the cabinet decision bind all cabinet ministers even if they differed in the cabinet meeting. ക്യാബിനറ്റ് യോഗം മാറ്റിവെച്ചാലും ക്യാബിനറ്റിൻ്റെ തീരുമാനം എല്ലാ ക്യാബിനറ്റ് മന്ത്രിമാരെയും ബന്ധിപ്പിക്കുമെന്നാണ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റിയുടെ പ്രിൻസിപ്പിൾ. Second one, individual responsibility. In case of difference of opinion or dissatisfaction with the performance of a minister, the chief minister can ask him to resign on advice the governor to dismiss him. ഒരു മന്ത്രിയുടെ പ്രവർത്തനത്തിൽ അഭിപ്രായ വ്യത്യാസമോ അതൃപ്തിയോ ഉണ്ടെങ്കിൽ CMന് മന്ത്രിയോട് രാജിവെക്കാൻ ആവശ്യപ്പെടുകയോ ഡിസ്മിസ് ചെയ്യാൻ ഗവർണറിനെ അഡ്വൈസ് ചെയ്യുകയോ ചെയ്യാം. തേർഡ് വൺ, നോ ലീഗൽ റെസ്പോൺസിബിലിറ്റി. As at the center, there is no provision in the constitution for the system of legal responsibility of the minister in the states. കേന്ദ്രത്തിലേതുപോലെ സ്റ്റേറ്റ്സിലെ മന്ത്രിമാരെ നിയമപരമായ ഉത്തരവാദിത്ത സംവിധാനത്തിന് കോൺസ്റ്റിറ്റ്യൂഷനിലെ വ്യവസ്ഥയില്ല. It is not required that an order of governor for a public act should be countersigned by a minister. പൊതു നിയമത്തിന് വേണ്ടിയുള്ള ഗവർണറിൻ്റെ ഉത്തരവിന് മന്ത്രിയുടെ സൈൻ വേണമെന്ന് നിർബന്ധമല്ല. Moreover, the courts are barred from inquiring into the nature of advice rendered by the minister to the governor. മന്ത്രിമാർ ഗവർണറിന് നൽകുന്ന അഡ്വൈസിൻ്റെ നേച്ചറിനെ പറ്റി അന്വേഷിക്കുന്നതിൽ നിന്ന് കോർട്സിനെ വിലക്കിയിട്ടുണ്ട്. Composition of the Council of Ministers. The Council of Ministers consists of 3 categories of ministers, namely cabinet ministers, ministers of state and deputy ministers. കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ 3 കാറ്റഗറീസ് ആണുള്ളത്: ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ്. The cabinet ministers head the important departments of the state government like home, education, finance, agriculture and so forth. ആഭ്യന്തരം, വിദ്യാഭ്യാസം, ധനം, കൃഷി പോലെയുള്ള സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന വകുപ്പിൻ്റെ ഹെഡാണ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്. They are members of the cabinet, attend its meetings and play an important role in deciding policies. മന്ത്രിസഭയിലെ മെമ്പേഴ്സാണിവർ. അതിൻ്റെ മീറ്റിംഗ്സിൽ പങ്കെടുക്കുകയും നയങ്ങൾ തീരുമാനിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. The ministers of state.
The ministers of state can either be given independent charge of the departments or can be attached to cabinet ministers. സ്റ്റേറ്റ് മിനിസ്റ്റേഴ്സിന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ചാർജ് നൽകുകയോ അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായി അറ്റാച്ച് ചെയ്യുകയോ ചെയ്യുന്നു. However, they are not members of the cabinet and do not attend the cabinet meetings unless specially invited. അവർ മന്ത്രിസഭയുടെ മെമ്പേഴ്സ് അല്ല, ഓൾസോ സ്പെഷ്യൽ ഇൻവിറ്റേഷൻ ഇല്ലാതെ ക്യാബിനറ്റ് മീറ്റിംഗ്സിൽ പങ്കെടുക്കുകയില്ല. The deputy ministers are not given independent charge of departments. Deputy ministersന് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇൻഡിപെൻഡൻറ്റ് ചാർജ് നൽകുകയില്ല. They are attached to the cabinet ministers and assist them in their administrative, political and parliamentary duties. അവർ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായി അറ്റാച്ച് ചെയ്യുകയും അഡ്മിനിസ്ട്രേഷൻ, പൊളിറ്റിക്കൽ ആൻഡ് പാർലമെൻ്ററി ഡ്യൂട്ടീസിൽ അസിസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. They are not members of the cabinet and do not attend cabinet meetings. മന്ത്രിസഭയുടെ അംഗമല്ലാത്തതിനാൽ ക്യാബിനറ്റ് മീറ്റിംഗ്സിൽ പങ്കെടുക്കാറില്ല. The Advocate General Appointment. The Advocate General is appointed by the Governor. Advocate Generalനെ ഗവർണറാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. He must be a person who is qualified to be appointed a judge of a high court. ഹൈക്കോർട്ടിൻ്റെ ജഡ്ജായി അപ്പോയിൻറ്റ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ ഉണ്ടായിരിക്കണം. In other words, he must be a citizen of India and must have held a judicial office for 10 years or been an advocate of a high court for 10 years. ഇന്ത്യൻ സിറ്റിസണും 10 വർഷത്തേക്ക് ജുഡീഷ്യൽ ഓഫീസ് വഹിച്ചിട്ടുണ്ടാവുകയും അല്ലെങ്കിൽ 10 വർഷത്തേക്ക് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ് ആയിരിക്കണം. Duties and functions. As the chief law officer of the government in the state, the duties of Advocate General include the following. First one, to give advice to the government of the state upon such legal matters which are referred to him by the governor. ഗവർണർ റെഫർ ചെയ്യുന്നതിനനുസരിച്ച് സ്റ്റേറ്റ് ഗവൺമെൻറ്റിനെ ലീഗൽ മാറ്റേഴ്സിൽ അഡ്വൈസ് ചെയ്യണം. Second one, to perform such other duties of a legal character that are assigned to him by the governor. ഗവർണർ അസൈൻ ചെയ്യുന്ന മറ്റു ചുമതലകളിൽ നിർവഹിക്കുന്നതിന്. Third one, to discharge the function conferred on him by the Constitution or any other law. കോൺസ്റ്റിറ്റ്യൂഷനോ മറ്റേതെങ്കിലും നിയമമോ നൽകിയിട്ടുള്ള ചുമതലകൾ നിർവഹിക്കുന്നതിന്. Union Territories. The territory of India comprises 3 categories of territories. ഇന്ത്യൻ ടെറിട്ടറിയിൽ 3 ടെറിട്ടറീസ് ആണുള്ളത്. ഫസ്റ്റ് വൺ ടെറിട്ടറീസ് ഓഫ് ദ സ്റ്റേറ്റ്, സെക്കൻഡ് വൺ യൂണിയൻ ടെറിട്ടറീസ് ആൻഡ് തേർഡ് വൺ ടെറിട്ടറീസ് ദാറ്റ് മേ ബി അക്വയർഡ് ബൈ ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അറ്റ് എനി ടൈം. ഇന്ത്യൻ ഗവൺമെൻറ്റിന് എപ്പോൾ വേണമെങ്കിലും ഏറ്റെടുക്കാവുന്ന പ്രദേശങ്ങൾ. The union territories are those areas which are under the direct control and administration of the central government. Hence, they are also known as centrally administrated territories. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഡിറക്റ്റ് കൺട്രോളിലും അഡ്മിനിസ്ട്രേഷനിലുമുള്ള സ്ഥലത്തെയാണ് യൂണിയൻ ടെറിട്ടറീസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് യൂണിയൻ ടെറിട്ടറീസിനെ സെൻട്രലി അഡ്മിനിസ്ട്രേറ്റഡ് ടെറിട്ടറീസ് എന്നും പറയുന്നു. The union territories have been created for a variety of reasons. യൂണിയൻ ടെറിട്ടറീസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പല കാരണങ്ങളുണ്ട്. First one, political and administrative consideration, Delhi and Chandigarh. Second one, cultural distinctiveness, Puducherry, Dadra and Nagar Haveli and Daman and Diu. Third one, strategic importance, Andaman and Nicobar Islands and Lakshadweep. Fourth one, special treatment and care of the backward and tribal people, Mizoram, Manipur, Tripura and Arunachal Pradesh, which were later become states. Administration. Every union territory is administrated by the president acting through an administrator appointed by him. എല്ലാ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭരിക്കുന്നത് പ്രസിഡന്റ് നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർ വഴിയാണ്. An administrator of a union territory is an agent of the president and not head of the state like a governor. യൂണിയൻ ടെറിട്ടറിയുടെ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറയുന്നത് പ്രസിഡന്റിൻ്റെ ഏജൻ്റാണ്. ആ ഏജൻറ്റ് ഗവർണറെ പോലെ സ്റ്റേറ്റിൻ്റെ ഹെഡല്ല. The president can specify the designation of an administrator. It may be lieutenant governor or chief commissioner or administrator. പ്രസിഡന്റിന് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ പദവിയെ ലെഫ്റ്റനൻറ്റ് ഗവർണർ, ചീഫ് കമ്മീഷണർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്ററായിട്ട് സ്പെസിഫൈ ചെയ്യാൻ കഴിയും. The president can also appoint the governor of a state as the administrator of an adjoining union territory. പ്രസിഡന്റിന് ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറെ അടുത്തുള്ള കേന്ദ്രഭരണ പ്രദേശത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ കഴിയും.
In that capacity, the governor is to act independently of his council of ministers. ആ പദവിയിൽ ഗവർണർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രവർത്തിക്കണം. The parliament can establish a high court for a union territory or put it under the jurisdiction of the high court of a adjacent state. പാർലമെൻറ്റിന് കേന്ദ്രഭരണ പ്രദേശത്തിന് വേണ്ടി ഹൈക്കോർട്ട് സ്ഥാപിക്കാനോ അല്ലെങ്കിൽ അടുത്തുള്ള സ്റ്റേറ്റിൻ്റെ ഹൈക്കോർട്ടിൻ്റെ അധികാര പരിധിക്ക് കീഴിലാക്കാനോ കഴിയും. താങ്ക് യു.